തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സിന്റെ ആത്മഹത്യാ ശ്രമത്തിൽ 3 ആശുപത്രി ജീവനക്കാർക്കെതിരെ കേസ്. ആത്മഹത്യ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പോലീസ് കേസെടുത്തത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ ഡിസി ഫിലിപ്പ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ നിഷ, സ്റ്റാഫ് നഴ്സ് അൽഫോൺസ എന്നിവർക്കെതിരെയാണ് കേസ്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ 3 പേരെയും ആശുപത്രി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. ആശുപത്രിയിൽ കടന്ന് പ്രതിഷേധം സംഘടിപ്പിച്ച യുവജന സംഘടനാ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്ന് PS സാഗർ ചേരുന്നു. സാഗർ, ഈ ആത്മഹത്യ ഇന്നലെ ആണ് ഈ ആത്മഹത്യാ ശ്രമം, നഴ്സിന്റെ ഭാഗത്തു നിന്ന് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. വലിയ തൊഴിൽ ചൂഷണം ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന ആക്ഷേപമുണ്ട്. മാത്രമല്ല UNAയുടെ യൂണിറ്റ് ഭാരവാഹി കൂടിയാണ് ഈ ആത്മഹത്യാ ശ്രമം നടത്തിയ നഴ്സ്. ഇവരിപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വലിയ പ്രതിഷേധ സംഭവത്തിന് പിന്നാലെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ, യുവജന സംഘടനകൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷം ഈ 3 ജീവനക്കാരെയും ചീഫ് നഴ്സിംഗ് ഓഫീസർ ഡിസി ഫിലിപ്പ് ഉൾപ്പെടെ 3 പേരെയും മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ 3 പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഇവർ ഈ ജീവനക്കാരിയെ, നഴ്സിനെ മാനസികമായി പീഡിപ്പിച്ചത്? ഏത് രീതിയിലുള്ള തൊഴിൽ ചൂഷണമാണ് അവിടെ നടന്നത്? മാനേജ്മെൻറ്റ് അതിൽ പങ്കുണ്ടോ? അവരുടെ അറിവുണ്ടോ? ഇതിനു മുൻപ് ഈ ആശുപത്രിയിൽ തൊഴിൽ ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ മൊഴി, നഴ്സിൻ്റെ മൊഴി ഏറെ നിർണായകമാണ്. നിലവിൽ 3 പേർക്കെതിരെയാണ് ഈ നഴ്സ് മൊഴി നൽകിയിരിക്കുന്നത്. ഇവരുടെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള, പ്രത്യേകിച്ചും ചീഫ് നഴ്സിംഗ് ഓഫീസറാണ്, അവരുടെ ഷിഫ്റ്റ് അടക്കം ഇടുന്നത് ഈ ഓഫീസറാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവധി നൽകിയില്ല, വലിയ രീതിയിൽ തൊഴിൽ ചൂഷണമുണ്ടായി, കൂടുതൽ സമയം തൊഴിലെടുപ്പിക്കുന്നു. കാരണം കൃത്യമായി ഇത്തരം സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ വലിയ രീതിയിൽ തൊഴിൽ ചൂഷണം നേരിടുന്നുണ്ട്. ഈ വിഷയത്തിലടക്കം വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി ആവശ്യമാണ്. എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.